ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു അറബിക് ഡെസേർട്ടാണ്. ഇതിന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ സെറ്റ് ചെയ്യാനായിട്ട് ചൈന ഗ്രാസിൻ്റെയോ ജെലാറ്റിൻ്റെയോ കോൺഫ്ലവറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. മധുരം ഇഷ്ടമുള്ളത് ഒരുപാട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ പേര് അലി എന്നാണ്. ഇത് നമ്മൾക്ക് ബ്രെഡ് ഉപയോഗിച്ചോ ക്രോസൻ്റ് ഉപയോഗിച്ചോ പഫ് പേസ്ട്രി ഉപയോഗിച്ചോ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ബ്രെഡാണ് എടുത്തേക്കുന്നത്. എല്ലാവർക്കും ഈസിലി അവൈലബിൾ ബ്രെഡാണ്, അതുകൊണ്ടാണ് ബ്രെഡ് എടുത്തേക്കുന്നത്. ഇത് പിന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പാർട്ടി കേക്ക് ഒരു ആപ്റ്റായ ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് അലി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അത് ജസ്റ്റ് ഒന്ന് തീ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് നമ്മളുടെ മധുരത്തിനനുസരിച്ചാണ്. ഞാനിപ്പോൾ 400 ml ടിന്നിൽ 1/2 ടിന്നോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനിതിൽ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കുറച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് കണ്ടൻസ്ഡ് മിൽക്കിലോ അല്ലെങ്കിൽ പഞ്ചസാരയിലോ ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി മധുരത്തിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 4 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മൊത്തം പഞ്ചസാരയിലോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിലോ ഉണ്ടാക്കാം. പക്ഷേ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതും കൂടി നല്ലപോലെ ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിന് പകരം ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കണ്ടെന്ന് കരുതി ഇത് ഇട്ടേച്ച് വേറെ പണിക്ക് പോകരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേഡ് അനുസരിച്ചായിരിക്കും. ഞാനിവിടെ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. അതിനുശേഷം ഒരു പുഡിംഗ് ട്രേയോ ബേക്കിംഗ് ട്രേയോ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബ്രെഡിൻ്റെ പീസസ് നിരത്തി കൊടുക്കണം. ഇത് നിരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ മാക്സിമം സ്പേസ് ഇല്ലാതെ നിരത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചോദിക്കരുത് എന്തിനാണ് പിന്നെ കട്ട് ചെയ്തതെന്ന്. കട്ട് ചെയ്താലേ നമ്മളുടെ മിൽക്കിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് നല്ലപോലെ അബ്സോർബ് ആവുള്ളൂ. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുക്കണം. ഞാൻ കുറച്ച് റൈസിൻസും പീനട്ടും കാഷ്നട്ടും പിസ്താഷ്യും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഈ നമ്മൾ നിരത്തിയ ബ്രെഡിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കുക. റാൻഡമായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഒരു 1/3 ഭാഗം, എല്ലാത്തിൻ്റെ ഒരു 1/3 ഭാഗം വീതം എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാം ഒരു 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ നിരത്തി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസസും കൂടി വെച്ച് കൊടുക്കണം. അതിന് മുമ്പ് കുറച്ച് തേങ്ങയും കൂടി വെതറി കൊടുക്കണം. ഇത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇടണം. ഡെസിക്കേറ്റഡ് ഇട്ടാൽ അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒരു സ്പൂണോളം തേങ്ങയും കൂടി വെതറി കൊടുക്കും. ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ സെക്കൻഡ് ലെയർ ബ്രെഡ് നടത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. 2 ലെയറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ പാത്രത്തിന് ഒരുപാട് ഡെപ്ത് ഉണ്ടെങ്കിൽ 3 ലെയറോ 4 ലെയറോ ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഐഡിയലി 2 ലെയറാണ് എപ്പോഴും ടേസ്റ്റ്. എന്നിട്ട് അതിൻ്റെ പൊക്കത്തും നട്ട്സും തേങ്ങയൊക്കെ വെതറി കൊടുക്കുകയാണ്. ഈ ഒരു സമയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ പാലിൻ്റെ മിക്സർ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് പാലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് പാലെടുത്തെങ്കിൽ അതൊരു 1 കപ്പ് എന്ന ഒരു അളവിൽ വരെ ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. 1 കപ്പ് 1.5 കപ്പൊക്കെ കണ്ടല്ലേ, നല്ലപോലെ കുറുകി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ചൂടോടുകൂടി തന്നെ ഈ ബ്രെഡിൻ്റെ മിക്സിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ നല്ലപോലെ ആ പാലിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ എല്ലാ മിക്സ്ചർ നല്ലപോലെ ആ ബ്രെഡ് അബ്സോർബ് ചെയ്തെടുക്കും. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് മൊത്തത്തിൽ നമുക്ക് ഒഴിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഈ പാലിൻ്റെ മിക്സ്ചർ ഒഴിക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പാലിൻ്റെ മിക്സ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ അബ്സോർബ് ആവാൻ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അടച്ചു വെക്കേണ്ട, കാരണം ആവി തട്ടും മുകളിൽ നിന്ന്. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കുക്കിംഗ് ക്രീമോ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്ന കുക്കിംഗ് ക്രീമാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചില വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ചില വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയേക്കുന്നത് കുക്കിംഗ് ക്രീം തന്നെയാണ് കേട്ടോ. ഈ കണ്ടൻസ്ഡ് മിൽക്കും ക്രീമും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ചൂടോടുകൂടി തന്നെ
നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് നല്ലപോലെ സോക്കായിരിപ്പുണ്ട്. അതിലേക്ക് ഈ ക്രീമിൻ്റെ മിക്സർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 75% ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി നമുക്ക് ബേക്ക് ചെയ്ത ശേഷമാണ് ആഡ് ചെയ്യുന്നത്. നമുക്കിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മതി. അല്ല നമ്മൾ പാനിലൊക്കെയാണ്, സോസ് പാനിലാണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്നത്. അതിന് ഞാൻ ഒരു സോസ് പാനിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് ഒരു ഇൻവേർട്ടഡ് ബൗളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡോ ഇറക്കി വെച്ചിട്ട് നമ്മളുടെ പുഡിങ് സെറ്റ് ചെയ്തേക്കുന്ന ട്രേ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ഒന്ന് ജസ്റ്റ് കളർ മാറുന്ന ആ ഒരു പരുവം വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ വരുന്ന ആ ഒരു പരുവം വരെ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിർബന്ധമല്ല, വേണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ക്രീം ആഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാം. പക്ഷേ ഇതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. കാരണം നമ്മൾ ആ പുഡിങ് ആ ക്രീമും കൂടി ചേർത്ത് കോരി കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡെസേർട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. ഞാൻ മുകളിൽ കുറച്ചും കൂടി നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അതും കമ്പൽസറി അല്ല, ആവശ്യത്തിന് നട്ട്സ് ഇപ്പോൾ അതിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസിൽ കൂടെ അറിയിക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെ നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഓവനോ ഇതൊന്നും വേണമെന്നില്ല, സോസ് പാനിൽ ചെയ്താൽ മതി. പിന്നെ സോസ് പാനിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാതെ ഇത് ബേക്ക് ചെയ്തെടുക്കാം, കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന മാതിരി. അതിൻ്റെയും കുറേ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.